നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മുരളി ആരതിയും വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ അല്ലയോ എന്ന് ചോദിച്ചു നോക്ക്. എനിക്കൊന്നും ചോദിക്കണ്ട. പുകഞ്ഞ കൊള്ളികൾ പുറത്താ, അത്ര തന്നെ. എന്റെ ചന്ദ്രേട്ടാ, എന്തായാലും കാര്യങ്ങൾ ഇത്രയൊക്കെ ആയി. ഇനിയിപ്പം മനസ്സ് മുഷിഞ്ഞ് പെരുമാറിട്ട് എന്താ കാര്യം? ഇവരോട് ക്ഷമിച്ചൂടെ? എന്റെ മനസ്സ് മുഷിഞ്ഞാലെന്താ, മുറിവേറ്റാലെന്താ പുഷ്പ? മാതാപിതാക്കൾക്ക് വില നൽകുന്ന മക്കള് ജനിക്കാന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഭാഗ്യം. എനിക്കും രുക്മിണിക്കും അങ്ങനെ ഒരു ഭാഗ്യം ദൈവം തന്നിട്ടില്ല, അത്ര തന്നെ. അച്ഛനും അമ്മ എന്നോട് ക്ഷമിക്കണം. ഒരു പ്രത്യേക സാഹചര്യത്തിലാ എനിക്ക് ഈ കല്യാണം കഴിക്കേണ്ടി വന്നത്. അച്ഛനോടും അമ്മയോടും ബഹുമാനവും ഭയവും ഉള്ളതുകൊണ്ടാ ഇതുവരെ അത് മറച്ചു വെച്ചത്. നിങ്ങളത് മനസ്സിലാക്കി എന്നോട് ഇവളോടും ക്ഷമിക്കണം പ്ലീസ്. അച്ഛനോട് ക്ഷമ പറ. കാലത്തോട്ട് വന്നിക്കേ. അച്ഛനും അമ്മയും ക്ഷമിക്കണം. വേണ്ട, മറയ്ക്ക്. ഞങ്ങളുടെ അടുത്ത് വേണ്ട നിന്റെ നാടകമൊന്നും. അച്ഛാ പ്ലീസ്, എന്റെ ഭാര്യ ഇവള്. അതുകൊണ്ട് ഇവളൊക്കെ കളിക്കുന്ന ഏത് നാടകവും ഞാൻ കാണണോ? സഹിക്കണോ? വേണോടാ? വേണോന്ന്? പുത്തംപുരയ്ക്കൽ ചന്ദ്രമോഹൻ അതിന് കിട്ടില്ല. അല്ലെങ്കിൽ ഈ കൊക്കിന് ജീവൻ ഇല്ലാതിരിക്കണം, അത്ര തന്നെ. അച്ഛാ പ്ലീസ്, ഞാൻ ഒരു നാടകവും കളിച്ചതല്ല. മനസ്സിൽ തട്ടി തന്നെയാ ചെയ്ത തെറ്റിന് ക്ഷമ ചോദിച്ചതും. എന്നിട്ടും അച്ഛൻ എന്താ ഇങ്ങനെ? മതി, എനിക്ക് നേരും നുണയും കണ്ടാ മനസ്സിലാവും. ഇത്രയും നാളെ എന്റെ മകന്റെ ഭാര്യയായി ജീവിച്ചിട്ട് എല്ലാ കള്ളങ്ങളും പൊളിഞ്ഞു എന്നറിഞ്ഞപ്പോ മുങ്ങിയ ബിരുദത്തിയുടെ അനിയത്തിയല്ലേ നീ? ഒട്ടും മോശം വരില്ലെന്ന് ഉറപ്പാ. വലിയച്ചി അങ്ങനെ ഒളിച്ചോടിയൊന്നും അല്ല. എന്ത് കാര്യമുണ്ടെങ്കിലും നേരെ നിന്ന് പറയാനുള്ള ധൈര്യമുള്ള ആള് തന്നെയാ. ഇന്നിപ്പോ സീതമ്മയുടെ ഭർത്താവ് സുധാകരേട്ടനെ ആശുപത്രിയിലാക്കിയപ്പോ ഒരു സഹായത്തിനാ വലിയച്ചി അവിടേക്ക് പോയി നിൽക്കുന്നത്. അയ്യോ മതി മതി, മനസ്സിലായി. ചേച്ചിയും സദ്ഗുണ സമ്പന്നകളായ അനുജത്തിമാരും കൂടി എന്റെ കുടുംബം തകർത്തല്ല. എന്റെ ആൺമക്കളെ തന്നെ ബലവീശി എടുത്തല്ലോ മൂന്നുപേരും. സന്തോഷമുണ്ട്. നല്ല നമസ്കാരം. അച്ഛാ, പ്രേമിക്കുന്നത് തെറ്റാണെങ്കിൽ അവര് മാത്രമല്ല കുറ്റക്കാര്. അച്ഛന്റെ ആൺമക്കളും കുറ്റക്കാര് തന്നെയാണ്. തെമ്മാടി, എന്തോന്ന് പ്രേമം? നിനക്കൊക്കെ ഈ പെണ്ണുങ്ങളെ മാത്രമേ കിട്ടിയുള്ളൂ പ്രേമിക്കാൻ. അസത്തുക്കള്. ഇവർക്ക് എന്താ അച്ഛാ കുഴപ്പം? അച്ഛൻ എന്തിനാ ഇങ്ങനെയൊക്കെ വർത്താനം പറയുന്നത്? മുരളി, എന്തായാലും മക്കൾക്കൊരു വിവാഹം വേണം. അത് അവരുടെ ഇഷ്ടത്തിന് നടത്തി കൊടുക്കുന്നതല്ലേ ചന്ദ്രേട്ടാ നല്ലത്? അങ്ങനെയല്ലേ വരൂ. മക്കളെ എന്ത് തോന്നിവാസം കാണിച്ചാലും കൊടുക്ക മാതാപിതാക്കൾ ക്ഷമിച്ചോണം. പക്ഷെ ചന്ദ്രനെ അതിനെ കിട്ടില്ല പുഷ്പ. ആരോടൊക്കെ ഞാൻ ക്ഷമിച്ചാലും എന്റെ മൂത്ത പുത്രനുണ്ടല്ലോ, അവനോട് ഞാൻ ക്ഷമിക്കില്ല ഒരിക്കലും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.